നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം മങ്കടയായിട്ട് വന്നിട്ടുണ്ട്. ഈ മങ്കട നിന്നാൽ ഇന്നെങ്കിലും സങ്കടം മാറുമെന്ന് നോക്കട്ടല്ലേ. അതിൻ്റെ കൂടെ കുറച്ച് ചക്കയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മങ്കടയൊക്കെ പിന്നെ കുറേ മെനക്കെട്ടിന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ കുറച്ച് വറക്കാനും മാറ്റി വെച്ചു. പിന്നെ നമുക്ക് ഏത് മീൻ കിട്ടിയാലും കുറച്ചെടുത്ത് വറക്കുന്നത് നിർബന്ധമാണല്ലോ. പിന്നെ ഞാൻ മങ്കടയൊക്കെ കിട്ടിയാൽ വറുത്തരച്ചാണ് വെക്കുന്നത്. അതായത് തേങ്ങയെല്ലാം എണ്ണയിലിട്ട് വറുത്ത് നല്ല കളർ മാറി കഴിയുമ്പോൾ ചുവന്നുള്ളി, ഉലുവായും, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ ഇട്ട് അരച്ച് നല്ല അരപ്പൊക്കെയാക്കി നല്ല മങ്കടക്കറി വെച്ചു. ഒരടുപ്പേ മങ്കടക്കറി വെക്കുന്നു, അടുത്തടുപ്പയിൽ ചക്ക വേവിക്കുന്നു, കറി വെക്കുന്നു, അങ്ങനെയൊക്കെ. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആബിദിനെ വിളിക്കാനായിട്ട് അക്കാഡമിയിലോട്ട് പോയിട്ട് ഇന്നലെ മഴയൊക്കെ പെയ്ത് ടർഫിലൊക്കെ ഇച്ചിരി കരിയിലെ അതൊക്കെ വീണതുകൊണ്ട് അക്കാഡമി വെച്ചാണ്. അപ്പോൾ ഞാൻ കുറച്ച് മൾബറിയൊക്കെ പറിക്കുവാണെങ്കിൽ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു റിലേറ്റീവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അക്കാഡമിയിൽ പോയി ആബിദിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് മുറുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആബിദിനൊക്കെ വന്ന് ചോറ് വാരി കൊടുത്തു. പിന്നെ വൈകുന്നേരം നല്ല അയലക്കുഴവ കിട്ടി കേട്ടോ. ഈ ഫ്രഷ് മീനൊക്കെ അപ്പം കണ്ടാൽ തന്നെ അപ്പം വറുത്ത് തിന്നുന്നൊരു സ്വഭാവം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ചപ്പാത്തിയും ഉണ്ടാക്കി. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.